വേദിയാകെ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയ എഴുത്തുകാരൻ അശോക് ചേരുവിൽ വേദിയിൽ സംസ്കൃതമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, സമന്വയമുള്ള സാംസ്കാരിക വേദികളെ തുടക്കകാലത്ത് പ്രവർത്തനം മുതൽ അതുമായി സഹകരിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ഞാൻ രാധാകൃഷ്ണനുമായും ഞാനുമായിട്ടുള്ളൊരു ആത്മബന്ധത്തിന് പുറത്ത് കഥാനമസ്കാരം തുടങ്ങിയ മുതൽ രാധാകൃഷ്ണനൊപ്പം പ്രവർത്തിക്കാനും നിരവധി പരിപാടികളിൽ പങ്കെടുക്കാനും എനിക്ക് സാധിച്ചു. അന്നും ഇതുപോലെ നിരവധി പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുകയും കഥകളെക്കുറിച്ച് സംസാരിക്കാൻ അവസരം ഉണ്ടാവുകയും ചെയ്തു. ഇത് രവീന്ദ്രൻ മാഷിന്റെ പുസ്തകം KR ഇന്ദ്രനാണ് എഴുതിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് അദ്ദേഹം രവീന്ദ്രൻ മാഷാണ്. കാരണം മാഷും ഞാനുമായിട്ടും രാധാകൃഷ്ണ പ്രവർത്തനത്തിൽ വലിയ ആത്മബന്ധമുണ്ട്. ഞങ്ങൾ ഏതാണ്ട് 7 വർഷക്കാലം ഒരുമിച്ച് ഒരേ സ്ഥാപനത്തിൽ അധ്യാപകരായിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. ഏതാണ്ട് വലിയ കാലത്ത് അതിൽ പല സുഹൃത്തുക്കളോട് എത്തിയിട്ടുണ്ട്. മാഷിന്റെ കഥകൾ അതുകൊണ്ട് തന്നെ വളരെ അത്ഭുതമാകുന്നത് ആ കാലത്തൊന്നും മാഷിനെ എഴുതുന്നതായിട്ടുള്ള ആളുകൾ നമുക്കുണ്ടായിട്ടില്ല. പിന്നീടാണ് മാഷിന്റെ കഥകൾ എഴുതുന്നത് മനസ്സിലായത്. ഇതിൽ മുഴുവൻ കഥകളിൽ ചില കഥകളെങ്കിലും വായിക്കാനുള്ള ആ ഒരു അവസരം ഉണ്ടാവുകയും ചെയ്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു കാലത്ത് എന്തിനാണ് മാഷ് കഥ എഴുതുന്നത് എന്നുള്ളത്. അത് ഓഫർ പാമുക്ക് നിറവേറുന്ന പുസ്തകം പറയുന്നത് സാഹിത്യ രചനകൾ എനിക്ക് ദൈവപുസ്തകങ്ങളാണ് എന്നാണ്. അത് പാമുക്ക് പറയുന്നത് ഈ ആളുകൾ ഈ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്ത് കാണുമ്പോൾ വളരെ അത്ഭുതത്തോട് നോക്കി നിന്നാണ് ഇതിനായിട്ട് ഇൻസുലിൻ എടുക്കുന്നത്. ഈ ഡയബറ്റീസ് ബാധിച്ചവർക്ക് തോന്നി ഏതാണ്ട് പറയുന്ന എഴുത്തിരിക്കുക അതുപോലെയാണെന്നാണ്. അങ്ങനെ ദിവ്യൗഷധമാണ്. മറ്റുള്ളവർക്ക് സ്പൂൺ ഉപയോഗിച്ചും അതുപോലെ തന്നെ കുത്തിവയ്പ്പിലൂടെ സ്വീകരിക്കുന്ന ഔഷധം പോലെ ഒരു നിശ്ചിത അളവ് എഴുത്ത് ഒരു ദിവസം നടന്നില്ലെങ്കിൽ എനിക്ക് ജീവിച്ചിരിക്കാൻ കഴിയില്ല എന്നാണ് പാമ്പ് പറയുന്നത്. ഇനിയൊരു മാഷും ഏതാണ്ട് അത് സാധിക്കില്ല എന്നപ്പോഴും എഴുത്തിലേക്ക് വന്നതാവാനാണ് എൻ്റെ വിശ്വാസം. കാരണം പലപ്പോഴും എഴുത്ത് അങ്ങനെയാണ്. നമുക്ക് എഴുതാതിരിക്കാൻ കഴിയില്ല. എഴുത്ത് ഞാൻ നിർത്തിയാണ്. എഴുതാതിരുന്നാൽ എനിക്ക് തുടർന്ന് ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വരുമ്പോഴാണ് പലപ്പോഴും കഥകൾ നമ്മൾ എഴുതുന്നത്. അത് നമ്മളെ തുടർന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ കഥകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഥകൾ എന്ന് പറയുന്നത് ചിന്തകളിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ്. തിരുത്തി എമേഴ്സൺ പറയുന്നത് ചിന്തകളിലേക്കല്ല, മറിച്ച് ചിന്തിപ്പിക്കുന്നതിലേക്കാണ് എന്നാണ്. ഈ ഒന്ന് കഥകൾ വായിക്കുന്നത് 3 കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. ഒന്ന്, ഒരു പുതിയ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നു. ആ ചിന്തയിൽ നിന്ന് ചില ചോദ്യങ്ങൾ നമ്മളിലേക്ക് വരുന്നു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരാൾ പുസ്തകം വായിക്കുമ്പോൾ പുസ്തകം വായിക്കുന്നതിനുള്ള മനുഷ്യനല്ല പുസ്തകം വായിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള അയാൾ എന്നുള്ളതാണ്. പുസ്തകം വായിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ചില ചിന്തകൾ ഉണ്ടാവുകയും ആ ചിന്തകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് തന്നോട് തന്നെ ചോദിക്കാൻ പ്രേരിപ്പിക്കുകയും അതിൻ്റെ ഉത്തരം അയാൾ കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് നേരത്തെ പറഞ്ഞുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് EMS കമ്മ്യൂണിസ്റ്റ് ആയെന്ന് EMS പറയുന്നത്? ഞാൻ പാവങ്ങൾ വായിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ആയത് എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ പുസ്തകം വായിക്കുമ്പോഴാകുന്ന അനുഭവം എന്തുകൊണ്ട് ഈ ലോകം തന്നെ ആയി എന്ന് ചിന്തിക്കാൻ വായനക്കാരൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം തേടുകളുണ്ട്. എങ്ങനെയാണ് ഈ ലോകത്തെ നമുക്ക് മാറ്റി തീർക്കേണ്ടത്? അത് ഏത് ചെറിയ കഥയായാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിക്കും വളരെ നിസ്സാരമായ ചെറിയ കഥ പോലും നമ്മളുണ്ടാക്കുന്ന മാറ്റം അത്ര വലുതാണ്. എന്നാൽ അതുപോലെയാണ് ഇവിടെ നമ്മുടെ മാസ്റ്റർ കഥകൾ വന്നിട്ടുള്ളതാണ്. വിഫലതകളുടെ വിഹാരഭൂമി എന്ന കഥയിൽ 3 ഭാഗങ്ങളാണ് ഉള്ളത്. അത് ഞാൻ തമാശയായിട്ട് മാസ്റ്റർ സൂചിപ്പിച്ചു. ഒന്ന്, മാസ്റ്റർ ഞങ്ങളുടെ SN കോളേജിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാലം, SN കോളേജ് ഞങ്ങളുടെ ഒപ്പമുള്ള കാലം, അത് കഴിഞ്ഞ് അയാൾ വിട്ട കാലം എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ 3 ഘട്ടങ്ങൾ മാസ്റ്റർ സൂചിപ്പിക്കും. മാസ്റ്റർ വായനയുടെയും എഴുത്തിൻ്റെയും ഒക്കെ 3 കാലഘട്ടങ്ങൾ കഥയാണ്. വളരെ പിശുക്കിയാണ് കഥകളിക്കുന്നത്. 14 കഥകളോളമാണ് അതിലുള്ളത്. ഈ 14 കഥകളിലും വളരെ ചെറിയ കഥകൾ, പേജുകളോളം വരുന്ന കഥകളല്ല, ചെറിയ കഥകൾ. പക്ഷെ എങ്കിൽ പോലും ആ കഥകളൊക്കെ തന്നെ താൻ കണ്ട ജീവിതത്തെക്കുറിച്ച്, തന്റെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ തന്നെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 3 ഭാഗങ്ങൾ 3 തരത്തിലുള്ള കഥകളാണ്. 3 ഭാഗങ്ങൾ പ്രകടമായി കാണുന്ന ഒരു കാര്യം ഭാഷയിൽ വന്നിട്ടുള്ള വ്യത്യാസം, അല്ലെങ്കിൽ അനുഭവങ്ങളിൽ വന്നിട്ടുള്ള വ്യത്യാസം, അല്ലെങ്കിൽ പ്രശ്നങ്ങളെ താൻ നോക്കിക്കാണുന്ന രീതിയിലുള്ള വ്യത്യാസം എന്നാണ്. ആദ്യകാലത്തെ കഥകളിൽ മാറി അവസാന കഥകളിലേക്ക് എത്തുമ്പോൾ കുറെ കൂടെ സറ്റൈറിക്കലായിട്ട് ജീവിതത്തെ കാണുന്ന എഴുത്തുകാരൻ നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നതാണ്. ജീവിതത്തെ കുറെ കൂടെ മാറി ഇതുകൊണ്ട് കാണുന്ന രീതിയിൽ വരികയാണ്. അങ്ങനെ എഴുത്തുകാരൻ കഴിയാൻ പ്രധാനമാണ്. കാരണം ബഷീറിനൊക്കെ അങ്ങനെയാണ്. ബഷീർ പറയുന്നുണ്ടോ, ഈ ഞാൻ അങ്ങോട്ട് എറിഞ്ഞു തന്ന പുഷ്പം എന്ത് ചെയ്തു, അത് ചവിട്ടി അരച്ചുകൊണ്ടു എങ്കിലെന്ത് ചോദിക്കുമ്പോൾ പറയുന്നത്, ഓ അതിന്റെ ഹൃദയമായിരുന്നു എന്ന്. അങ്ങനെ അത്രത്തോളം നിർബന്ധം മാറി എന്നുകൊണ്ട് പറയാൻ കഴിയുക എന്നുള്ളതാണ്.
അവസ്ഥയിലേക്ക് വരിക എന്നതാണ്. അവസാനത്തെ കഥകളിലേക്ക് കടക്കുമ്പോൾ മാഷ് അങ്ങനെ മാറുന്നുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇതിലെ 14 കഥകളെ കുറിച്ച് വളരെ ലഘുവായിട്ട് സൂചിപ്പിക്കുകയാണ്. ഇതിന്റെ ആമുഖം മാഷ് തന്നെ എഴുതിയിട്ടുള്ളത് എന്തിനാണ് ഒരാൾ എഴുതുന്നത് എന്ന് മാഷ് സൂചിപ്പിക്കുന്നത്. കഥ ആത്മാവിൽ നിന്നൊരു വിലാപവും അതേസമയം ഒരു ആക്രോശവുമാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആത്മാവിൽ നിന്നൊരു വിലാപവും അതുപോലെ തന്നെ ഒരു ആക്രോശവുമാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം എഴുത്ത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. അത് നിങ്ങൾ കഥയായാലും കവിതയായാലും നാടകമായാലും എഴുതുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കാം. യഥാർത്ഥത്തിൽ സർവ്വ പ്രജാപതിയായിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മൾ എഴുത്തുകാരെ കാണുന്നത്. കാരണം തന്റെ എഴുത്തിന്റെ ലോകത്തിന്റെ കിരീടം വയ്ക്കാത്ത രാജാവായിട്ടിരിക്കുന്ന ഒരാളായിട്ടാണ് എഴുത്തുകാരനെ കാണുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം വായനക്കാരുണ്ട് എന്നുള്ള തോന്നലിൽ തന്നെയാണ് എഴുതുന്നത്. അത് പാമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓഫൻ പാമ്പിന്റെ നിർവചനത്തിൽ തന്നെ പാമ്പ് പറയുന്നുണ്ട്. കാരണം ഞാൻ എഴുതുന്നത് ആർക്ക് വേണ്ടിയാണ് എന്ന് ചോദിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് എഴുതുന്നതാണ്. എന്നിട്ട് ഓരോ തരത്തിലുള്ള വായനക്കാരെ കുറിച്ച് പറയുന്നത് ഈ വായനക്കാർക്ക് വേണ്ടി മാത്രമാണ്. എന്നിട്ട് അവസാനം പാമ്പിന് അതിന്റെ ഓടിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ എഴുതുന്നത് എന്റെ സങ്കല്പത്തിലുള്ള വായനക്കാരന്, ഞാൻ ഒരു വായനക്കാരനെ ഞാൻ സങ്കല്പിച്ചത്, ആ സങ്കല്പിത വായനക്കാരന് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത്. അപ്പൊ വെച്ചാൽ എഴുത്തുകാരൻ എഴുതുന്നതിന് മുമ്പ്, ഈ നോവൽ അല്ലെങ്കിൽ കഥ എഴുതുന്നതിന് മുമ്പ് തന്റെ വായനക്കാരനെ അയാളുടെ സങ്കല്പത്തിൽ കാണുന്നുണ്ടെന്ന്, ഇന്ന ആളുകളൊക്കെ കഥകൾ വായിക്കും എന്ന് കണ്ടറിഞ്ഞ് തന്നെയാണ് എഴുതുന്നതെന്ന് പാമ്പ് പറയുന്നത്. എന്നാൽ അതുപോലെ ഇവിടെയും ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ എന്തുകൊണ്ടാണ് ഒരാൾ എഴുതുന്നത് എന്നാണ്. എഴുതുന്നത് ഇതുപോലെ തനിക്ക് അപ്പുറത്ത് ആളുകളുണ്ട് എന്നതാണ്. അങ്ങനെ വരുന്നൊരു കാര്യം ഉറപ്പാണ്. ഇതൊരു കൊടുക്കൽ വാങ്ങലാണ്. ഞാൻ എഴുതുന്നത് മറ്റാളുകൾ വായിക്കുകയും അതിനെ വിമർശിക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിൽ മാറ്റം ഉണ്ടാക്കുകയെന്ന് പറയുമ്പോൾ യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുന്ന പ്രക്രിയ അങ്ങനെ തന്നെയാണ്. കാരണം ഇങ്ങനെ മാറ്റി തീർക്കാൻ കഴിയുന്ന ലോകം ഉണ്ടാവുക എന്നതാണ്. അത് സാധ്യമാകുന്നത് എഴുത്തിലൂടെയാണ് എന്നതാണ്. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ കാണുന്ന കേരളം നിലനിൽക്കുന്നത്. നമ്മൾ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട സംസ്ഥാനമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് യാതൊരു സംശയമില്ല. ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് നമ്മുടെ ഈ സർഗാത്മക ലോകവും വായനയുമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വായനശാലകളുടെ ഇടം കേരളമാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പുസ്തകം ഇറങ്ങുന്ന ഇടം കേരളമാണ്. ഏറ്റവും കൂടുതൽ എഴുത്തുകാർ നിർമ്മിക്കുന്നത് കേരളത്തിലാണ് എന്നാണ്. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം ധാരാളം എഴുത്തുകാർ. ഏറ്റവും സന്തോഷമുള്ള കാര്യം, ഒരു കഥ എഴുത്തുകാരൻ്റെ ഏറ്റവും സന്തോഷമുള്ള കാര്യം, ധാരാളം കഥ എഴുതുന്ന ആളുകൾ പുതിയതായിട്ട് രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രായഭേദമന്യേ എല്ലാ ആളുകളും വരട്ടെ എന്നാണ്. അത് ലളിതാംബികാചന്ദ്രന്റെ മകൾ പറയുന്നത്, അമ്മ ഈ അഗ്നിസാക്ഷി എന്നുള്ള നോവൽ എഴുതുന്നത് തന്റെ 70ാമത്തെ വയസ്സ് അല്ലേ, ഏതാണ്ട് 70 വയസ്സുകളാണ് എഴുതുന്നത്. എന്നാലും നോക്കൂ, ലളിതാംബികാചന്ദ്രൻ എഴുതി ഒരുപാട് കഥകളുണ്ട്. മാണിക്യനെ കുറിച്ചുള്ള കഥകളുണ്ട്, ധീരേന്ദ്ര മഞ്ജുനാഥന്റെ അമ്മ എന്നുള്ള കഥയുണ്ട്. ഇങ്ങനെ ഒരുപാട് നല്ല കഥകളുണ്ട്. പക്ഷെ ഇന്നും ലളിതാംബികാചന്ദ്രന്റെ മാഗ്നം ഓപ്പസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് അഗ്നിസാക്ഷി എന്നുള്ളതാണ്. അവരുടെ ഈ വയസ്സ് എത്രയാണ്? 70 വയസ്സ്. എന്ന് വെച്ചാൽ എഴുത്തിന് അങ്ങനത്തെ പ്രായഭേദമില്ല എന്നുള്ളതാണ്. ഏത് കാലത്തും സർഗാത്മകത ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു കാലമായിട്ട് നമ്മുടെ ഇടം മാറുന്നത്. അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ധാരാളം എഴുതുക, ഇപ്പോൾ നേരത്തെ പ്രകാശം ചെയ്ത് പറഞ്ഞു, പുതിയ എഴുത്തുകാർ എഴുതുന്നു, പഴയ എഴുത്തുകാർ എഴുതുന്നു, ഇതുവരെ എഴുതാവുന്ന ആളുകൾ കഥകൾ എഴുതുന്നു എന്നാണ്. എനിക്കറിയാം, എൻ്റെ വീടിൻ്റെ അടുത്ത് കുടുംബശ്രീയിൽ ഒരു ചേച്ചിയുണ്ട്. അവര് വീട്ടിലൊക്കെ ജോലി ചെയ്ത് വളരെ പാവം, അധികം വിദ്യാഭ്യാസം. അവരുടെ പുസ്തകം അവർ കഥകളൊക്കെ എഴുതി കൂട്ടി വെച്ചിരിക്കുകയാണ്. ആ കുടുംബശ്രീ മുഴുവൻ അവർ തന്നെ പണമേറ്റെടുത്ത് എടുത്തിട്ടിട്ട് അവർ പുസ്തകം അവർ പ്രകാശനം ചെയ്തു. ഇത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്നത് തന്നെയാണ്. ഇതാണ് നമ്മുടെ എഴുത്തിന്റെ അല്ലെങ്കിൽ സർഗാത്മകതയുടെ വായനയുടെ ഒരു ലോകം എന്ന് പറയുന്നത്. ഇങ്ങനെ മനുഷ്യമായി തീർക്കാൻ കഴിയും. ഞാൻ കഥകളിലേക്ക് കിടക്കട്ടെ. ഈ 14 കഥകളെ കുറിച്ച് ചെറുതായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന് മിന്നൽ വിളിച്ചു എന്നുള്ളതാണ്. അത് കാണാത്തത് കാണുന്ന ഒരാളുടെ അനുഭവമായിട്ടാണ് വരുന്നത്. അതായത് രഹസ്യങ്ങളുടെ ഒരു കെട്ടവിടെ അഴിഞ്ഞു വീഴുകയാണ്. അതുപോലെ കാണാൻ താൻ ഒരിക്കൽ പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച കാണുന്ന ഒരു കഥയാണ് മിന്നൽ വെളിച്ചം. അപ്പൊ പേര് തന്നെയാണ് മിന്നൽ വെളിച്ചമാണ്. ആ മിന്നലാണ് വിനായകൻ പോലെ അതിങ്ങനെ വരികയാണ്. മറ്റൊന്ന് അന്ത്യയാമം എന്നുള്ളതാണ്. പ്രൊഫസറാണ് നേരത്തെ പറഞ്ഞ പ്രണയത്തെ കുറിച്ച് പറഞ്ഞതുപോലെ, പ്രണയം എന്ന് പറയുന്നത്, വികാരം എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും ഒന്നാകുന്നതിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നല്ല എന്നാണ് കഥ പറയുന്നത്. അതിലെ ബാലേന്ദ്ര മാഷ് വീട്ടിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്താണ് അയാളുടെ മനസ്സിലുണ്ടായ പ്രണയത്തെ കുറിച്ച് അയാൾ വരുന്നത്. കാരണം അയാൾ കേൾക്കുകയാണ് തൻ്റെ പ്രണയിനി അവളെ കുറിച്ച് ഒരു വിഷമിച്ചാൽ ചോദിക്കുന്നില്ല. പക്ഷെ ആരോ അയാളോട് പറയുന്നത്, അല്ലെ കടക്കാരനാണെന്ന് അവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പഠിപ്പിച്ചത് വിദ്യാർത്ഥിയാണ്, അയാളോട് ഒരു കട നടത്തുകയാണ്. അയാൾ പറയുന്നുണ്ട്,
ഇന്ന ആള് അറിഞ്ഞില്ലേ മാഷിലായാലും ആ കുട്ടി വന്നിട്ടുണ്ട്, അവിടെ വിവാഹം പരാജയത്തിൽ എന്താ പറയുക വിവാഹം ഏർപ്പെടുത്തി അത് വളരെ ബുദ്ധിമുട്ടിയാണത് കൊണ്ടുനടന്നതെന്ന് പറയുന്ന കഥയാണ്. ഭരതൻ ആ സമയത്താണ് തന്റെ പ്രണയത്തെ അവിടെ വീണ്ടെടുക്കുന്നത് എന്നാണ്. മറ്റൊന്ന് ഉച്ചാടനം എന്നൊരു കഥയാണ്. ഉച്ചാടനം രസകരമാണ്, സത്യമാണ്, സോഷ്യൽ സത്യമാണ് ശരിക്കും. കാരണം ഈ ഭയം എന്ന് പറയുന്നത് ഈ ഉച്ചാരണം നടത്തുന്ന ആൾക്ക് കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ഈ അധികാരത്തിന്റെ പ്രശ്നം അവിടെയാണ്. അധികാരത്തിലിരിക്കുന്ന മനുഷ്യൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ സ്വതന്ത്രനായ ഭയരഹിതനാവുള്ള ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അധികാരമാണ് എന്നുള്ളത്. ഏറ്റവും വലിയ ഭീരു അധികാരത്തിലിരിക്കുന്നവനാണ് എന്നുള്ള സൂചനയാണ് നമുക്ക് കഥ വായിച്ചു മനസ്സിലാവും. കാരണം എല്ലാം തന്നെ അറിയാം, എല്ലാം തന്നെ കൈപ്പിടിയാണ്. എല്ലാ പ്രയത്നങ്ങളും കൂടുതലും തന്നെ കൈപ്പിടിയാകുമ്പോൾ നേരെ മുമ്പിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ അയാളുടെ മനസ്സൊക്കെ തിരികെ പോവാണ്. കാരണം അവിടെ മുമ്പിൽ ഇത് കാണും. അപ്പോൾ പരാജയം അനുഭവിക്കുന്നത് ഈ ഇരിക്കുന്ന ആളാണ് സൂചിപ്പിക്കുന്നത് കഥയാണ് ഉച്ചാരണം. അതുപോലെ അർത്ഥം എഴുതുന്നത് ഒരു ആൻഡപ്പന്റെ കഥയാണ്. ആൻഡപ്പന്റെ കഥ രസമാണ്. ആൻഡപ്പൻ ഇതുപോലെ അർത്ഥം എഴുതുന്ന അവതരിച്ചാണ് ആ കഥയിൽ. ആൻഡപ്പൻ ഒരു സ്ത്രീക്ക് കൂട്ട് പോവാണ്. ആ സ്ത്രീ അബദ്ധസഞ്ചാരി എന്ന് പരക്കെ നാട്ടിലുള്ള പറയപ്പെടുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ അത് ജീവിക്കാൻ വേണ്ടി ചെയ്യാണ്. അപ്പൊ അവരുടെ കൂടെ അയാൾ അവർ പോകേണ്ടി വരുന്ന അവസ്ഥകളാണ്. അവിടെ നിന്നിട്ട് അതിന് പ്രതിഫലമായിട്ട് ഇവന് വോട്ട് വന്നതിന് പൈസ കൊടുക്കും. ഷാൻഡപ്പൻ അത് സ്വീകരിക്കുന്നില്ല, അത് തട്ടിക്കളയും. അവസാനം നിർബന്ധിച്ച് വെച്ചു കൊടുക്കണം. ആൻഡപ്പന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറിപ്പോകുന്ന സംഭവമായിട്ട് അത് മാറുന്നു. പിന്നെ വിമോചകനാണ്. അതിൽ വർക്കിച്ചത് പറഞ്ഞൊരു കഥാപാത്രത്തിന്റെ ജീവിതത്തെക്കുറിച്ചാണ്. അവസാനം വർക്കിച്ചത് മരണത്തോടുകൂടി ആ മരണത്തോടുകൂടി ഒരു കുടുംബം എങ്ങനെ മാറുന്നു, കുടുംബത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള പുതിയ കാലത്തിന്റെ ഒരു കഥ കൂടിയാണ് അത് എന്നാണ്. ഇങ്ങനെ 14 കഥകളുണ്ട്. ഓരോ കഥകളുടെ അവസാനത്തെ 3 കഥകൾ അവിടെ ഒരു ശ്രദ്ധിക്കേണ്ടുന്ന കഥകളാണ്. അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ തൊട്ടുമുമ്പുള്ള ഒരടി തിരോധാന പ്രതിഭാസം. ഒരു തിരോധാന പ്രതിഭാസം എന്നുള്ള കഥയാണ്. അത് രസമായിട്ടുള്ള കഥയാണ്. അത് വളരെ മിത്ത് ഇതിനകത്ത് ഉണ്ട് എന്നതാണ് എനിക്ക് തോന്നുന്നത്. യുവകാലത്ത് തൃക്കോട്ടൂർ തിരുമൊഴി വായിക്കുമ്പോൾ ആ തൃക്കോട്ടൂർ തിരുമൊഴിയുടെ കാലങ്ങളിൽ ഒരു മാധവി എന്നുള്ള കഥാപാത്രമുണ്ട്. എല്ലാ ആളുകളെയും ഇങ്ങനെ എന്താ പറയുക വശീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് ഒരു കഥാപാത്രമാണ്. അതുപോലെ ഇതില് കുഞ്ഞിക്കാവുമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവര് കാണാനില്ല. പക്ഷെ അവര് ആ കഥാപാത്രം ഇല്ല, കഥയുടെ ആ കഥാപാത്രം ഇല്ല. പക്ഷെങ്കിലും അവർ ആ കഥയിലൂടെ നീളം നടന്നു നിൽക്കുന്നു. അതിന് അതിമനോഹരമായിട്ടൊരു മിത്ത് അതിനകത്ത് ഒളിപ്പിച്ചു വയ്ക്കുകയും അവരുടെ ജീവിതവും മരണവും ഒക്കെ തന്നെ പ്രകൃതിയായിട്ട് തുടരുന്ന അവസ്ഥയും ആ കഥയിലേക്ക് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ തോന്നുന്നത് വളരെ ഒതുക്കി കഥ പറയാനുള്ള പാഠവും അതിലുണ്ട് എന്നതാണ്. വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവസാനത്തെ 3 കഥകൾ മാത്രമാണ് പുതിയ കാലത്തിന്റെ ചില അനുഭവങ്ങൾ വരുന്നത്. അതില് ഈ യാത്രയിൽ തീർന്നു കിട്ടാൻ ഡ്രൈവിംഗായിട്ട് ബന്ധപ്പെട്ടതാണ്. യാത്രയും പാഠപുസ്തകമെന്നുള്ളൊരു സറ്റയറാണ്. അതിലെ കതിരേശൻ മാഷുമാർ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കതിരേശൻ മാഷ്. ആ കതിരേശൻ മാഷെ പോലെ ഒരുപാട് മാഷന്മാരാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിനെ ഇങ്ങനെ ആക്കി തീർത്തത് എന്നൊരു ദുസ്സൂചനയും മാഷെ മുമ്പിലേക്ക് ശരിയായ സൂചന തന്നെയാണ് മാഷ മുന്നോട്ട് വയ്ക്കുന്നത് എന്നതാണ്. ഇങ്ങനെ ജീവിതത്തിന്റെ പരിചയത്തെയാണ് ഈ കഥകളിലൂടെ അവതരിപ്പിക്കുന്നത്. തീർച്ചയായും എല്ലാവരും വായിക്കേണ്ടതെന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ അയജ്ഞലളിതമായി നമുക്ക് വായിക്കാവുന്ന കഥയാണ്. ഒരു തരത്തിലുള്ള ക്ലിഷ്ടതകളും അതില്ല, ഭാഷ കൊണ്ടുള്ള വാചകങ്ങൾ അതിലില്ല. അങ്ങനെയില്ല തന്നെ വളരെ തുറന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്ന കഥകളാണ് ഈ 14 കഥകൾ. എന്തായാലും മാസ്റ്റർ ഈ കഥകൾക്ക് എല്ലാവിധ എഴുത്തിനും എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. സമന്വയ സംരംഭം ഇനിയും പുതിയ എഴുത്തുകാരനിലേക്കുള്ള